Hi guys! ഇന്നത്തെ വീഡിയോ നമുക്ക് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമിന്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു നൈറ്റ് ക്രീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു പിഗ്മെന്റേഷൻസും അതുപോലെ തന്നെ ആ ഡാർക്ക് സ്പോട്ടൊക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് വൈറ്റൻ ചെയ്ത് കാണിക്കും. നമ്മുടെ സ്കിൻ കളറിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നൈറ്റ് ക്രീം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീംസ് അല്ലെങ്കിൽ ജെൽസ് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ഹെവി ആയിട്ടുള്ള ക്രീംസ് നമ്മൾ യൂസ് ആക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ പോസിനെ ക്ലോഗ് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗത്ത് പിമ്പിൾസ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ രാത്രി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീംസ് അല്ലെങ്കിൽ ജെല്ല് എന്തോ ആയിക്കോട്ടെ നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു ക്രീമാണ് നമ്മൾ ഇവിടുന്ന് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനും വൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടും ചുളിവും എല്ലാം തന്നെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒട്ടും നനവില്ലാത്ത ഒരു ബോട്ടിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് 2 ആഴ്ചയുടെ മുകളിൽ വരെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിനകത്ത് പൗഡേഴ്സായിട്ട് നല്ല ഉണങ്ങി പൊടിച്ചിട്ടുള്ള പൗഡേഴ്സായിട്ടാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 ആഴ്ചയ്ക്ക് മുകളിൽ വേണമെങ്കിൽ ഇത് യൂസ് ആക്കാൻ പറ്റും. അതല്ല നിങ്ങൾ പുറത്ത് വെച്ച് യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 ദിവസം അത്രമാത്രം ഇത് യൂസ് ആക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ ബയോ എൻസൈം ചേർത്തെങ്കിൽ മാത്രം നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ബയോ എൻസൈമിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബയോ എൻസൈം നമുക്ക് നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ്. നമ്മുടെ ഒരു ക്രീം കേടുകൂടാതെ നമുക്ക് പുറത്ത് വെക്കണമെങ്കിൽ ആ ഒരു ബയോ എൻസൈം നമ്മൾ തീർച്ചയായിട്ടും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ഒരു 3-4 ദിവസത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഐ കാർഡിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്രീം ഞാൻ പറയുന്നു നൈറ്റ് ക്രീം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്നും പറയുന്ന പോലെ തന്നെ രാത്രി നന്നായിട്ട് മുഖം ഒന്ന് കഴുകിയേച്ച് വരെ എന്നതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം പോയി കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ കഴുകി കളയാം കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തണുപ്പ് പോയിട്ട് വേണം കേട്ടോ. അല്ലാതെ ആ തണുപ്പോടെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ജലദോഷം വന്നു പനി വന്നു എന്നും പറഞ്ഞ് ആരും വന്നേക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അത് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ക്ലീൻ ഒരു ബൗൾ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളോട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ലിക്വറൈസിൻ്റെ പൗഡറാണ്. അറിയാലോ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ലൈറ്റനും വൈറ്റനും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ഒരു ലിക്വറൈസ് പൗഡർ കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം, പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ആ ഒരു 2 ആഴ്ചത്തേക്കുള്ള ഒരു കൂട്ട് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുതിയത് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ആ ഒരു ലിക്വറൈസിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതിയായിട്ട് ഞാൻ അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പറയുന്നത് ഹിബിസ്കസിൻ്റെ പൗഡറാണ്. നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൊടി കേട്ടോ. ചെമ്പരത്തി ഇലയുടെ അല്ല, പൂവിൻ്റെ പൗഡറാണ്. അത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് നമ്മൾ എടുക്കുന്നതിൻ്റെ നേർപകുതി അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് കുതിരാനായിട്ട് നമ്മുടെ ഈ ഒരു പൗഡർ നന്നായി കുതിർന്ന് വരാനായിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാക്റ്റാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് നമുക്കിവിടെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഏത് വാട്ടർ ആയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വാട്ടർ ഇതിനകത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് ചൂടുള്ള വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ. ഒത്തിരി നന്നായിട്ട് ചൂടുള്ള വെള്ളമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ രീതിക്ക് ഒരു ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചെടുക്കാൻ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ചോറുണ്ടാകുന്ന സമയത്ത് കഞ്ഞിവെള്ളമല്ല, ആ ചോറ് തിളയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വെള്ളമില്ല, അതാണ് ഇതിനകത്തേക്ക് ആ ഒരു ചൂടോടിച്ച് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഉപ്പിട്ടുള്ള വെള്ളം എടുക്കരുത് കേട്ടോ. ഉപ്പിടാത്ത വെള്ളം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പില്ലാത്ത ആ ഒരു റൈസ് വാട്ടറാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അതുപോലെ റെസ്റ്റ് ആവാനായിട്ട് സമയം കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ആ നീര് മാത്രമായിട്ട് നമുക്കങ്ങ് അരിച്ചു മാറ്റിക്കൊണ്ടുവരാം. അപ്പോൾ ഗൈസ് ഇത്രത്തോളം നമുക്ക് ആ ഒരു എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ലിക്വറൈസിൻ്റെ പൗഡറും ചെമ്പരത്തിയുടെ പൗഡറും നമ്മുടെ റൈസ് വാട്ടറുമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്റ്റ് ഇത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് സെയിം ബൗളിൽ തന്നെ നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഗ്രീൻ ടീ ജെല്ലാണ് യൂസ് ആക്കുന്നത്. ഈ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ജെല്ലല്ല എൻ്റെ ഇത് മേടിച്ചിട്ടുള്ള ഏത് ജെല്ലാണെങ്കിൽ നോ പ്രോബ്ലം ഉണ്ട്, നിങ്ങളത് യൂസ് ആക്കാം. നമ്മുടെ കടുക്ക പ്ലസ് അലോവേര ജെല്ല് യൂസ് ആക്കാം, ലൈറ്റനിങ് ജെല്ല് യൂസ് ആക്കാം, നോർമൽ അലോവേര ജെല്ല് യൂസ് ആക്കാം, ഏതാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ജെല്ല് ഇതിനകത്തേക്ക് യൂസ് ആക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. നമുക്ക് ആ ഒരു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു എക്സ്ട്രാക്റ്റും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടുവരിക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതങ്ങ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് പറ്റിയിട്ടുള്ള രീതിക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തൊന്നും ചേർക്കുന്നതെന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം എനിക്ക് ഓയിൽ ക്ലെൻസിങ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ ഫേസിൽ പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ കുറച്ചായിട്ട് കൊണ്ടുവരാണ്.
ഇപ്പോൾ ആകെപ്പാടെ എനിക്ക് 1-2 പിമ്പിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന ഡ്രൈ സ്കിന്ന് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഗ്ലിസറിൻ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ മസ്റ്റായിട്ടും ചേർത്തിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഇല്ല, പകരം കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചോട്ടെ. നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു കോക്കനട്ട് ഓയിൽ എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് അതൊരു പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ആക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും ഡ്രൈ സ്കിന്നുകാർ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ ഇത് ചേർക്കാനായിട്ട് മറക്കരുത്. ഓയിൽ സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിനൊന്നും തന്നെ ആവശ്യമില്ല, നമുക്ക് ഇതുപടി അങ്ങ് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്കിത് കൂടുതൽ നാൾ നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിൽ നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ദിവസം കേട്ടോ നമ്മുടെ ബയോ എൻസൈം ചേർത്തിട്ടുണ്ടെങ്കിൽ, ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമുക്കിത് 2 ആഴ്ചയുടെ മുകളിൽ വരെ യൂസ് ആക്കാം ബയോ എൻസൈം ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബയോ എൻസൈമിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ഇവിടെ എൻ്റെ സ്ക്രീനിലായിട്ട് ഞാൻ കൊടുക്കാം, അതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ. എന്താണ് ബയോ എൻസൈം? നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രിസർവേറ്റീവ്സ് ആണ്. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ക്രീംസിലൊക്കെ നമുക്ക് കേടുകൂടാതെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 to 5 ഡേയ്സ് അല്ലെങ്കിൽ 3 to 4, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പൗഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്കത് 1 വീക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ബയോ എൻസൈം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കുന്ന ഈ ഒരു ക്രീമിനകത്ത് ബയോ എൻസൈം യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ 1 വീക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് പൗഡർ ആയതുകൊണ്ട്. അതല്ല നമ്മൾ റോ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ റോ ആയിട്ടുള്ള പച്ചയായിട്ടുള്ള ചെമ്പരത്തിയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് അത്രമാത്രം നമുക്ക് ബയോ എൻസൈം വെച്ചിട്ട് പുറത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അല്ലാത്ത പക്ഷേ നമുക്ക് 1 വീക്ക് അല്ലെങ്കിൽ മുകളിൽ വരെ നമുക്കത് ഇരിക്കും. അതാണ് ആ ഒരു ബയോ എൻസൈമിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.